കൈക്കൂലി കേസിൽ ഒന്നാം പ്രതിയാക്കിയ ഇ.ഡി. അസിസ്റ്റന്റ് ഡയറക്ടർ ശേഖർ കുമാറിനെ വിജിലൻസ് ഉടൻ ചോദ്യം ചെയ്യില്ല. കൂടുതൽ തെളിവ് ലഭിക്കാതെ സമൻസ് നൽകില്ലെന്ന് വിജിലൻസ്. അതേസമയം വിജിലൻസ് അന്വേഷണത്തോട് സഹകരിക്കണമെന്ന് നിർദ്ദേശിച്ച് ശേഖർ കുമാറിന്റെ അറസ്റ്റ് ഹൈക്കോടതി 2 ആഴ്ചത്തേക്ക് കൂടി തടഞ്ഞിരിക്കുകയാണ്. വിജിലൻസ് അന്വേഷണവുമായി സഹകരിക്കാൻ കോടതി നിർദ്ദേശിച്ച പശ്ചാത്തലത്തിൽ ഇ.ഡി. അസിസ്റ്റന്റ് ഡയറക്ടർ ശേഖർ കുമാറിനെ സമൻസ് നൽകി വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാൻ വിജിലൻസിന് കഴിയുമെങ്കിലും ചോദ്യം ചെയ്യലിലേക്ക് കടക്കാനുള്ള തെളിവ് പോലും ഇല്ലാത്തതാണ് സമൻസ് നൽകുന്നതിന് തടസ്സം. 6 ലക്ഷത്തിലേറെ ഫോൺ രേഖകളും 3 ലക്ഷത്തിലധികം മറ്റു രേഖകളും പരിശോധിക്കേണ്ടതുണ്ടെന്നാണ് വിജിലൻസ് റേഞ്ച് എസ്.പി എസ് ശശിധരൻ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതുവരെ പരിശോധിച്ച ഡീറ്റെയിൽ ഡിവൈസുകളിൽ ഒന്നിൽ നിന്നും ശേഖർ കുമാറിനെതിരെ തെളിവ് കണ്ടെത്താൻ വിജിലൻസിന് കഴിഞ്ഞിട്ടില്ല. തെളിവുകളില്ലാതെ ശേഖർ കുമാറിനെ ഒന്നാം പ്രതിയാക്കി മുന്നോട്ട് പോയത് വിജിലൻസ് അന്വേഷണത്തിലെ വലിയ പാളിച്ചയാണെങ്കിലും തെളിവില്ല എന്നത് സമ്മതിക്കാതെ കൂടുതൽ തെളിവ് ശേഖരണം നടത്തുന്നു എന്നായിരുന്നു അന്വേഷണ സംഘം ആവർത്തിച്ചിരുന്നത്. കേസിന്റെ വിശദാംശങ്ങൾ കോടതിയും തേടിയിരുന്നെങ്കിലും പരാതിക്കാരനായ കശുവണ്ടി വ്യവസായി അനീഷ് ബാബുവിനോട് കേസൊതുക്കാൻ കൈക്കൂലി ആവശ്യപ്പെട്ടതിനോ ഏജന്റുമാർ വഴി കൈക്കൂലിക്ക് ശ്രമിച്ചതിനോ തെളിവുകളില്ല. ശേഖർ കുമാറിന് വേണ്ടിയാണ് പണം വാങ്ങിയതെന്ന ഏജന്റ് വിൽസന്റെ മൊഴി സാധൂകരിക്കുന്ന അനുബന്ധ തെളിവുകളുമില്ല. കൈക്കൂലി വാങ്ങി ഷെൽ കമ്പനികളിലേക്ക് മാറ്റിയെന്ന വിവരത്തിൽ മുംബൈ താനെയിലെ സ്ഥാപനത്തിലടക്കം വിജിലൻസ് സംഘം എത്തിയെങ്കിലും അടച്ചുപൂട്ടിയ നിലയിലായിരുന്നു. കേസിൽ ഒന്നാം പ്രതിയാക്കിയയാളെ ചോദ്യം ചെയ്യാൻ പോലുമുള്ള തെളിവ് കണ്ടെത്താനാകാത്ത സ്ഥിതി മറ്റൊരു അന്വേഷണ ഏജൻസിയും നേരിടാത്തതാണ്. അതുകൊണ്ട് തന്നെ എന്തുകൊണ്ട് പ്രതിയാക്കി, എന്തെല്ലാം തെളിവുകൾ ശേഖരിച്ചു എന്നത് സംബന്ധിച്ച് കോടതിയിൽ കൃത്യമായ മറുപടി വിജിലൻസ് നൽകേണ്ടി വരും. ജിജീഷ് കരുണാകരൻ, ജനം, കൊച്ചി.